യോഹന്നാൻ 6:28. അപ്പോൾ അവർ ചോദിച്ചു ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഒരു വിശ്വാസിക്ക് ദൈവത്തോട് ചോദിക്കണ ഇത്രയേ ഉള്ളൂ ചോദ്യങ്ങൾ. പാരിക്കെട്ട് ചോദ്യങ്ങളൊന്നുമില്ല. വെരി സിമ്പിൾ ക്വസ്റ്റ്യനേ ഉള്ളൂ. നീ ഒരു വിശ്വാസിയാണോ? നിനക്ക് നിന്റെ ദൈവത്തോട് ചിലപ്പോൾ 10,000 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാകാം. അപ്പോൾ ദൈവം ഉത്തരം പറയുന്ന ഒരു ചോദ്യമേ ഉള്ളൂ, കാശ്മീ. ഒരു വിശ്വാസി എന്ന നിലയിലെ ഇക്കാലങ്ങളിലെല്ലാം പലതരത്തിലുള്ള 100,000 സംശയങ്ങളുമായിട്ടാണ് നീ ജീവിക്കണത്. നിനക്ക് ദൈവത്തെ കാണുമ്പോൾ ഈ 100,000 സംശയങ്ങളും ചോദിക്കണമെന്ന് തോന്നും. പക്ഷെ ദൈവം കേൾക്കണ ഒരു സംശയമേ ഉള്ളൂ. എന്താ സംശയം? നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ആ 27 തൊട്ടൊരു വചനം വായിച്ചു ഒന്നുകൂടി. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ, പറഞ്ഞോളൂ. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി ഒന്നിനു പറഞ്ഞേ, അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവേൻ. ഒന്നുകൂടി പറഞ്ഞേ, അനശ്വരമായ അപ്പത്തിനു വേണ്ടി കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനത്തിലെ വെളിപ്പെടുത്തും പോലെ അങ്ങയുടെ നിത്യതയ്ക്ക് വേണ്ടി അങ്ങയോടൊപ്പമുള്ള നിത്യകാല ജീവിതം ആദിമസഭയെ പോലെ പൊന്നിനേക്കാളും പൊന്നുകട്ടയേക്കാളും വിലമതിക്കുന്ന ഒരു വിശ്വാസിയുടെ ആന്തരിക അഭിഷേക മനസ്സ് എനിക്ക് അവകാശമാക്കണമേ. എന്നെ അഭിഷേകം ചെയ്യണമേ. ഒരുമിച്ച് പാടുക ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പോൾ അവർ ചോദിച്ചു. 22 വായിച്ചോളൂ. ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇതെന്ത് സംഭവം എന്നറിയാവോ? ഈശോ പറഞ്ഞു, അതായത് നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവേൻ എന്ന് പറഞ്ഞിട്ട് ഈശ്വര വാക്ക് പറഞ്ഞു. എന്താണ്? പിതാവായ ദൈവം എന്നിൽ അംഗീകാര മുദ്ര ചാർത്തിയിരിക്കണമെന്ന്. മനസ്സിലായില്ലേ? നിത്യത എന്ന് പറയുമ്പോൾ ആ നിത്യത ആര് വഴി ലഭിക്കണം, ആരിലൂടെ ലഭിക്കണം? ഇപ്പം എല്ലാ സത്യം, എല്ലാ ദൈവത്തിങ്കിലേക്കുള്ള വഴിയെന്ന് പറഞ്ഞ് കുറേ അച്ഛന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അതാണ് പ്രശ്നം. മറ്റുള്ളവരുടെ സഹിക്കാൻ നമുക്ക് കുഴപ്പമില്ല, അവർക്ക് അറിവില്ല എന്ന് പറയും. പക്ഷേ എല്ലാ സത്യമാണ്, എല്ലാവരിലൂടെയും രക്ഷപ്രാപിക്കുമെന്ന് പറഞ്ഞ് കുറേ അച്ഛന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ലിബറലിസ്റ്റുകൾ തിയോളജിയിൽ. യവന്മാരുടെ കാര്യം പോക്ക.
കാര്യം എന്താ കാര്യം? കാലത്തിനൊപ്പം ജനങ്ങളുടെ കൈയടിച്ച് വാങ്ങിക്കാൻ വേണ്ടി അവർ കർത്താവിൻ്റെ വചനത്തിലും വെളിപാടിലും വെള്ളം ചേർത്തുകൊണ്ട് അവർ അപ്ഡേഷൻ ഉണ്ടാക്കുകയാണ്. എന്തിനാണ്? തങ്ങളുടെ ആത്മാവിനെ വിറ്റ് അപ്ഡേഷൻ ഉണ്ടാക്കുന്നവർക്ക് ഇത് ഒരു തിരിച്ചറിവായിരിക്കണം. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ദിവ്യകാരുണ്യമേ, ഭാഷാപരത്തിന് ശ്രദ്ധിക്കട്ടെ, ഭാഷാപരത്തിന് ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഭാഷാവർ ലഭിക്കുന്നവര് ഭാഷാവർ ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. എല്ലാ രോഗികളെയും അങ്ങ് കേൾപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരുമുറിവാണെന്ന് വലതുകരം, നിന്റെ തിരുമുറിവാണെന്ന് വലതുകരം കർത്താവേ ഓരോ രോഗികളുടെ ശരീരത്തിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സന്ധിബന്ധങ്ങളിലെ കർത്താവിന്റെ രക്തം നിറയട്ടെ, നിങ്ങളുടെ മാംസപേശികളിൽ കർത്താവിന്റെ രക്തം നിറയട്ടെ, രക്തഞരമ്പുകളിൽ കർത്താവിന്റെ രക്തം നിറയട്ടെ. മാരക രോഗങ്ങള്, തീരാവേദികള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മാരക രോഗികള്, തീരാവേദികള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. പരിശുദ്ധാത്മാവും നമ്മൾക്ക് ഇപ്പോഴും വെളിപ്പെടുത്തിക്കൊണ്ടിരുന്ന സന്ദേശം എന്താണ്? അതായത് നിത്യത എന്ന് പറയുന്ന എല്ലാ വാഗ്ദാനങ്ങളുടെയും ക്വീൻ ഓഫ് ഓൾ പ്രോമിസ്, എല്ലാ വാഗ്ദാനങ്ങളുടെയും രാജകീയ വാഗ്ദാനം എന്താണ്? നിത്യതയാണ്. ഈശോയാണ് വാഗ്ദാനങ്ങളുടെ കൂടെ കൂട്ടിച്ചേർത്തത്. ദാറ്റ്സ് അവർ പോയിന്റ്, ഇല്ലേ? എല്ലാ വാഗ്ദാനങ്ങളുടെയും രാജാവ്, രാജ്ഞി എന്ന് പറയുന്നത് എന്താണ്? നിത്യതയാണ്. അതില്ലായിരുന്നു. അനുദിന ജീവിതത്തിൻ്റെ ആവശ്യങ്ങളായിരുന്നു. മോസസിൻ്റെ കാലം മുതലുള്ള എല്ലാ, എബ്രാഹത്തിൻ്റെ കാലം, നോക്കിൻ്റെ കാലം, ആദത്തിൻ്റെ കാലം, എല്ലാ കാലത്തും ദൈവം ഉടമ്പടി ചെയ്തിട്ടുണ്ട്. എല്ലാ കാലത്തും ദൈവം ഉടമ്പടി ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഉടമ്പടി പാലിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി പ്രവാചകന്മാരെയും ന്യായാധിപന്മാരെയും ദൈവം അയച്ചിട്ടുണ്ട്. അങ്ങനെ ഒടുവിൽ ഈശോയിലേക്ക് എത്തുമ്പോഴേ ഈശോ, വാട്ട് വാസ് ദ എക്സാക്ട് റോൾ ഓഫ് ജീസസ്? എന്തായിരുന്നു എക്സാക്ട് റോൾ ഈശോൻ്റെ? ഈ വാഗ്ദാനങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ മകുടം ചാർത്തുന്ന ഏറ്റവും വലിയ വാഗ്ദാനമാണ് നിത്യത. പിതാക്കന്മാർ മരുഭവിച്ചു, മന്ന ഭക്ഷിച്ചു, അവർ മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം.
ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും. എന്ന് പറഞ്ഞേ, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കാം. നിത്യം ഈ അപ്പം ഭക്ഷിക്കുന്നവൻ ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കാം. നിത്യം ജീവിക്കാം. ലോകത്തിന്റെ ജീവന് വേണ്ടി ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരം തന്നെയാണ്. എന്റെ ശരീരം തന്നെയാണ്. എന്റെ ശരീരം തന്നെയാണ്. എന്റെ ശരീരം എന്റെ ശരീരം തന്നെയാണ്. ഭക്ഷിക്കുന്നവൻ എന്റെ ശരീരം ഭക്ഷിക്കുന്നവൻ എന്നിലും എന്നിലും ഞാൻ അവനിലും ഞാൻ അവനിലും വസിക്കുന്നു. വസിക്കുന്നു. സജീവനായ പിതാവാണ് സജീവനായ പിതാവാണ് എന്നെ അയച്ചത്. എന്നെ അയച്ചത്. പിതാവ് മൂലം പിതാവ് മൂലം ഞാൻ ജീവിക്കുന്നു. ഞാൻ ജീവിക്കുന്നു. അതുപോലെ 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 എന്നെ ഭക്ഷിക്കുന്നവൻ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കാം. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ. 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 നീ വരൂ ദൈവം കാരുണ്യമേ, നീ വരൂ ദൈവം കാരുണ്യമേ, നീ വരൂ ദൈവം കാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ, ജീവിതം ദിവ്യക്കാരുടെ ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ, ഓ ദിവ്യക്കാരുടെ ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, തിരുവത്താഴ മേശയിലെ തിരുവത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. Praise the Lord. Praise the Lord. അതായത് കവിളിലെ ഇങ്ങനെ ക്യാൻസർ പോലെ ഒരു കറുത്ത വട്ടച്ചൊറി ഇങ്ങനെ ആണി പോലെ ഇരിക്കണത്. ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ കുറച്ചുകൂടി ലൈവായിട്ട് ഓൺലൈനുള്ളവരും നിങ്ങളും തീർത്ഥാടന സഭയിലിരിക്കുന്നവരൊക്കെ കുറച്ചുകൂടി തിരിച്ചറിവോടുകൂടി ഇരിക്കണം. എന്ത് സംഭവിക്കാവുന്ന ആരാധനയാണ്. നിങ്ങൾ വന്നതുപോലെ പോകത്തില്ല. ഉറപ്പായിട്ടും കർത്താവ് നിങ്ങളെ കണ്ണീരോടെ തിരിച്ചു വിടത്തില്ല. എന്താ കർത്താവിൻ്റെ വചനം? അവർ കണ്ണീരിലൂടെയാണ് വരുന്നത്. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞു നയിക്കും. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളെ കരുണയോടെ നോക്കുന്ന അവിടുത്തെ വലിയ കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ സന്ധിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. തിരുവത്താഴ മേശയിലെ തിരുവത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ,
പാടുക. ഓ ദിവ്യമാ സ്നേഹം, ഓ ദിവ്യകാരുണ്യമേ, മക്കള് രോഗമുള്ള ഇടത്തെല്ലാം കൈവെക്കുക. ഈശോ സുഖപ്പെടുത്തട്ടെ. മക്കളുടെ രോഗമുള്ള ഇടത്തില്ല. ഓൺലൈനിൽ എന്നെ കേൾക്കുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങളുടെ നടുവേദനയാണെങ്കിൽ നടുവിൽ കൈവച്ചിട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങൾക്ക് കിഡ്നിയുടെ അസുഖമാണെങ്കിൽ ഇപ്പം കിഡ്നിയുടെ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. നിങ്ങൾക്ക് PCOD ആണ് അസുഖമെങ്കിൽ നിങ്ങളുടെ പൊക്കിളിൻ്റെ താഴെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. നിങ്ങൾക്ക് നെഞ്ചുവേദനയോ ശ്വാസം മുട്ടലോ ആണെങ്കിൽ പതിരയിൽ ശ്വാസകോശത്തെ കൈവച്ച് പ്രാർത്ഥിക്കുക. ഹൃദയരോഗികളും കരൾ രോഗികളും ഇടനെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. എൻ്റെ മക്കൾ സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. യേശുവേ, 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 കർത്താവേ, ഇതിന്റെ രക്തം കർത്താവേ, ഇതിന്റെ രക്തം കർത്താവേ, അങ്ങയുടെ മക്കളുടെ രക്തത്തിൽ കർത്താവേ കലർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ രക്തം കർത്താവേ, അങ്ങയുടെ രക്തം കർത്താവേ, അങ്ങയുടെ രക്തം മക്കളുടെ രക്തത്തിൽ കലർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തില്, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തില്, കുരിശിന്റെ അടയാളത്തില് 36 കൊല്ലം ഞാൻ അർപ്പിച്ച കൃപായുടെ യോഗ്യതയാൽ കൃപാസമത്താറയില് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷഗണത്തിന്റെ സാക്ഷിയാകാൻ യേശുവിന്റെ നാമത്തിൽ മാർഗരോഗങ്ങള്, യേശുവിന്റെ നാമത്തിൽ തീരാവേദികള് മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ നമ്മളോട് പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ്? 8852 വാഗ്ദാനങ്ങൾ, 8552 വാഗ്ദാനങ്ങളാണ് ദൈവം നൽകിയിരിക്കുന്നത് മനുഷ്യരാശിക്ക്. അതിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള പ്രോമിസ്, ദ ക്വീൻ ഓഫ് പ്രോമിസസ്, എല്ലാ വാഗ്ദാനങ്ങളും രാജകീയമായ വാഗ്ദാനം മനുഷ്യരാശിക്ക് നൽകിയത് ഈശോയാണ്. ഈശോ എന്താ പറഞ്ഞത്? ഈശോ നൽകിയ വാഗ്ദാനം എന്താണ്? നിത്യത, നിത്യജീവൻ. അതാണ് വാഗ്ദാനം കൂട്ടിച്ചേർത്തത്. അതിനാണ് അവൻ പുതിയ ഉടമ്പടി സ്ഥാപിച്ചത്. കൈയിടിച്ച് കർത്താന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. എൻ്റെ മക്കളെ, അപ്പോഴ് ഒന്ന് ചിന്തിച്ചു നോക്കി. ഈശോയുടെ സദസ്സിനെ പോലെ നിങ്ങളും പ്രബുദ്ധ സദസ്സാണെന്ന് ഞാൻ കരുതുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അതായത് ഈശോ നമ്മൾ സ്ഥാപിച്ചത് എന്താണ്? ഉടമ്പടിയാണ്. ഉടമ്പടി അല്ലാതെ ദൈവം ഒന്നും ചെയ്യത്തില്ല. ഉടമ്പടി അല്ലാതെ ദൈവം ഒന്നും ചെയ്തിട്ടില്ല. ചെയ്യത്തില്ലെന്ന് മാത്രമല്ല, ചെയ്തിട്ടില്ല. ഉടമ്പടിയിൽ എന്താ സംഭവം? നിന്നെ ദൈവം സീരിയസ് ആയിട്ട് കണക്കാക്കുന്നു. അല്ലാതെ പൊട്ടക്കടൻ്റെ മാവിട്ട് എറിയണ പോലെ നിന്റെ പ്രാർത്ഥന കേൾക്കണേ കേൾക്കട്ടെ, കേൾക്കണ്ടേ കേൾക്കണ്ടെന്നല്ല. It must be heard. അത് കേട്ടേ മതിയാവൂ എന്ന് തീരുമാനിക്കുന്നതാരാണ്? നിന്റെ ദൈവം. കൈയിടിച്ച് കർത്താവ്
മനോഹരമായ ഒരു സന്ദേശമുണ്ട് ഇപ്പോൾ ഈശോ തന്നത്. നിങ്ങൾക്കറിയാമല്ലോ, അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ജീവിക്കുന്ന കർത്താവിൻ്റെ നടുക്ക് നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ നിങ്ങളെ സൂചിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ ഒരു വാക്കും പറയത്തില്ല. കർത്താവ് എന്ത് കാണിക്കണതേ പറയത്തുള്ളൂ. ഇപ്പം കർത്താവ് എന്താ കാണിച്ചതെന്നറിയാവോ? ഒരു ഹൃദയമാണ് കാണിച്ചത്. ചുമ്മാ ചുവന്ന് വരുന്ന ഹൃദയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഹൃദയത്തിന് എന്തോ തകരാറുള്ള ഹൃദയരോഗിയാണ്. ഹൃദയരോഗികളെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. ഓൺലൈനായാലും നിങ്ങളായാലും ഹൃദയത്തെ വേദനയുള്ളവർ സ്തുതിച്ച്, ഹൃദയത്തിൽ ബ്ലോക്കുള്ളവരെ, വാൽവ് ശോഷിച്ചു പോയവരൊക്കെ കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് സ്തുതിക്കട്ടെ, കൈ നെഞ്ചത്ത് വെച്ച് സ്തുതിക്കട്ടെ. ബ്ലോക്കുള്ളവർ സ്തുതിക്കട്ടെ, വാൽവ് ശോഷിച്ചു പോയി സ്തുതിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഹൃദയത്തിൽ രോഗമുള്ള ദൂരമുള്ള കുഞ്ഞുങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയത്തിൽ രോഗമുള്ള കുഞ്ഞുങ്ങൾ യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. I command you in the name of Jesus Christ to be healed. I command you in the name of Jesus Christ to be healed. യേശു സദയത്തോടെ സുഖമായ എന്നെയുള്ളം അരികിൽ വരേണേ. സദയത്തോടെ സുഖമായ എന്നെയുള്ളം. പ്രിയമുള്ളവരെ, ഇതിൻ്റെ കൂടെ ഈശോ തന്ന സന്ദേശമായിരുന്നു നമ്മുടെ നാഭിയില്ലേ, എൻ്റെ ഇവിടെ ഇരിക്കണ കഴുത്തല്ലേ, കഴുത്തിൻ്റെ ഉള്ളിലുള്ള അന്നനാളം, അതുപോലെ തന്നെ തൊണ്ട, അത് തൈറോയിഡ് ആയാലും ടോൺസിറ്റ് ആയാലും തൊണ്ടയിലെ ക്യാൻസർ ആയാലും ഈ ആരാധനയെ കർത്താവ് സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. പ്രിയമുള്ളവരെ, വലതുവശത്തെ വൃഷ്ണം വർക്ക് ചെയ്യുന്നില്ല, അതിനകത്ത് ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. പക്ഷേ പിന്നെ ഉള്ളത് ഇടതുവശത്തെ വൃഷ്ണമാണ്. ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടും, പക്ഷേ ബേൺ ഔട്ടായി പോകും, കത്തിപ്പോവും, എന്നുവെച്ചാൽ വറ്റിപ്പോവും. അതാണ് പ്രശ്നം. ഈ വ്യക്തിയെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ജനേന്ദ്രിയങ്ങളെ കാണിക്കുമ്പോൾ മക്കളില്ലാത്ത എല്ലാവരെയും കണ്ണീര് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജനേന്ദ്രിയത്തിന്റെ സൗഖ്യങ്ങളെക്കുറിച്ച് കർത്താവ് നീ പറയുമ്പോഴേ മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത് പുരുഷനായാലും സ്ത്രീക്കായാലും കർത്താവെ, അണ്ടോത്പാദനം നടക്കാത്തവരെ, കർത്താവ് ഗർഭാശയത്തിൽ ശിസ്റ്റുള്ളവരെ, കർത്താവെ PCOD ഉള്ളവരെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. അത് കർത്താവെ, അണ്ടോത്പാദനം നടക്കാത്തവരെ, മക്കളില്ലാത്തവരെ, ജനേന്ദ്രിയങ്ങൾക്ക് തകരാറുള്ളവരെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഈ നിമിഷങ്ങളെല്ലാം തിരിച്ചറിയണം. വലിയ അഭിഷേകത്തിൻ്റെ സമയമാണ്. ആർക്കും എന്ത് സംഭവിക്കാവുന്ന സമയമാണ്. എപ്പോഴും സംസാരിക്കും. കർത്താവ് ഒരു നോട്ട നമുക്ക് തരണം. ഇപ്പം എന്താ കണ്ടത്? ഒരു പൊട്ടിപ്പോയ വലത് വൃഷ്ണം, അതിൽ നിന്ന് ബീജങ്ങൾ കത്തി പോകുന്നതാണ് മെസ്സേജ്. പക്ഷേ അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പരിശുദ്ധാത്മാ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താ പറയേണ്ടത്? ഈ കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാവരും അടിവയറ്റിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. അപ്പോഴേ ഇങ്ങനെ ഒരു മെസ്സേജ് വരുമ്പോൾ, ഇപ്പോൾ കരളിൻ്റെ മെസ്സേജ് അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ മെസ്സേജ് വരുമ്പോൾ എൻ്റെ മക്കൾ അപ്പോഴൊക്കെ അത് ആ കൃപയുടെ ഒരു സമയമാണത്.
അപ്പോൾ ആ സമയത്തിൽ അനേക സൗഖ്യങ്ങൾ നടക്കുന്ന സമയമാണ്. അപ്പോൾ അവിടെ എല്ലാം നെഞ്ചത്ത് കഴിച്ച് വിശ്വാസപ്രമാണം അറിയാവുന്നവർ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. അല്ലാത്തവർ യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവം അവനെ മരിച്ചതെന്ന് ഉയർപ്പിച്ചതെന്ന് ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. ഒന്ന് പറഞ്ഞ് യേശു കർത്താവാണെന്ന് ഞാൻ അതരം കൊണ്ട് ഏറ്റു പറയുന്നു. യേശു കർത്താവാണെന്ന് ഞാൻ അതരം കൊണ്ട് ഏറ്റു പറയുന്നു. ദൈവം അവനെ മരിച്ചവെന്ന് ഉയർപ്പിച്ചുവെന്ന് എൻ്റെ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ. യേശു കർത്താവാണത് 50 പോയിൻ്റാണ്. ഹൃദയത്തിൽ വിശ്വസിക്കുന്ന 50 പോയിൻ്റ്. 2 കുടുംബങ്ങളാണ് 100 പോയിൻ്റ് ഇത് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ യോഹന്നാന് സംഭവിച്ച പോലെ ഇരിക്കും, താക്കോലും കൊണ്ട് വല്ലവരും പോവും. ഇത് രക്ഷ പ്രാപിക്കുന്നതിന് 2 പ്രഖ്യാപനങ്ങളുണ്ട്. ഒന്നെന്താണ്? യേശു കർത്താവാണെന്ന് പ്രഖ്യാപിക്കണം. ഇതിന് ഉള്ള പ്രശ്നം, യേശു കർത്താവാണെന്ന് പ്രഖ്യാപിക്കുന്നതിന് അതിന് ഗ്രാവിറ്റി ഉണ്ട്. നീ വിശ്വാസത്തിൽ നിനക്ക് മച്യൂരിറ്റി പ്രാപിക്കും തോറും നിൻ്റെ പ്രൊക്ലമേഷന് മച്യൂരിറ്റി ഉണ്ടാവും. കാശ്മീ, അതായത് വിശ്വാസത്തിൽ ഇപ്പോൾ യേശു കർത്താവാണെന്ന് നീ 9ാം ക്ലാസ്സിൽ വെച്ച് പറഞ്ഞു, യേശു കർത്താവാണെന്ന് നീ 50ാം വയസ്സ് വെച്ച് പറയുമ്പോൾ വ്യത്യാസമുണ്ട്. ഇതിനെ എന്താ കാര്യം? നിൻ്റെ അറിവാണ് എൻ്റെ വ്യത്യാസം. യേശു കർത്താവാണ്, ക്യാൻസർ അല്ല കർത്താവ്, ജപ്തി നടപടി അല്ല കർത്താവ്, ബാങ്ക് മാനേജർ അല്ല കർത്താവ്, എന്നോട് പറഞ്ഞ ഡോക്ടറല്ല കർത്താവ്. അതല്ലേ ചേച്ചി പറയണത്. ചേച്ചിയാ പറയണിരിക്കണേ. ആദ്യം പറഞ്ഞ ആളാരാണ്? അഞ്ജന ഡേവിഡിൻ്റെ സാക്ഷ്യം എന്താണ്? അഞ്ജന ഡേവിഡ് പറയണത്, ഡോക്ടർ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്, ഇനി ഇങ്ങനെ ഒരു ചർച്ച ഞങ്ങളുമായിട്ട് ചെയ്യരുത്. കാര്യം എന്താണ്? ഞങ്ങൾ ഈ ഫയല് കർത്താവിൻ്റെ മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞു. അത് ഭയങ്കരമായിട്ടുള്ള പ്രൊക്ലമേഷൻ അല്ലേ? അവരോട് നേരിട്ട് പറയണേ. അപ്പോൾ ഡോക്ടർ പറയും, നിങ്ങളെപ്പോലെ ക്രിസ്ത്യൻസിനെ പോലെ വിശ്വസിക്കുന്നവരെ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയും. അതാണ് ഡോക്ടറിൻ്റെ മറുപടി. എന്താ പ്രശ്നം വെച്ചാൽ, ഇനി ഇത് ഞങ്ങളോട് പറയരുതെന്നാണ് അവർ പറയുന്നത്. എൻ്റെ കൊച്ചിന് വൈകല്യമുള്ള കൊച്ചാണ് വയറ്റിൽ കിടക്കണം എന്നുള്ളത് ഡോക്ടർ ഈ ഡിസ്കഷൻ, ഈ സബ്ജക്റ്റ് ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യാൻ. കാര്യം എന്താണ്? ഈ ഫയല് അങ്ങനെ തന്നെ കർത്താവിൻ്റെ മേശപ്പുറത്തേക്ക് ഞങ്ങൾ വെക്കുകയാണ്. എന്നിട്ട് ഇവള് പറഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്തിരിക്കണം? അവിടെ വിശ്വാസം ഏറ്റു പറഞ്ഞിട്ട് അതെന്താ ചെയ്തിരിക്കണത്? റോമാ 4:20 വർക്ക് ചെയ്തിരിക്കണം അവിടെ. അച്ഛൻ നേരത്തെ പറഞ്ഞാണ്. എന്താണ് പറഞ്ഞത്? ദൈവത്തെ അവൾ മഹത്വപ്പെടുത്തി. പിന്നെ എന്താണ്? വിശ്വാസത്തിൽ അവരുകൊണ്ട് ശക്തി പ്രാപിച്ചു. ശക്തി പ്രാപിച്ചെങ്കിലും ഇവൾ പുറത്ത് പറയുമ്പോൾ ഞാനൊരു അമ്മയല്ലേ എന്ന രീതിയിൽ ആൾക്കാരൊക്കെ നമ്മളെ ഇങ്ങനെ തിക്കിമുട്ടിക്കുമല്ല. കാരണം നേഴ്സുമാരും ബന്ധുക്കളും സ്വന്തപ്പെട്ടവരും എന്തിനാണ് ഈ കുരിശ് ചുമക്കണത്? ഇതെങ്ങാനും അംഗവൈകല്യമായിട്ട് ജനിക്കണമെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇതിനും ചുമന്നുകൊണ്ട് നടക്കണ്ടേ? നീ ചത്ത കഴിഞ്ഞാൽ പിന്നെ ഈ കൊച്ചിന് അംഗവൈകല്യമല്ല കൊച്ചു എങ്ങനെ ജീവിക്കും ഇവിടെ? ഇങ്ങനെ ചോദിച്ച് ഇവരെ അധൈര്യപ്പെടുത്തി കളയും. വിശ്വാസത്തിനെതിരെ വരാൻ സാധ്യതയുള്ളത് നാട്ടുകാർ വെച്ച് അധൈര്യപ്പെടുത്തുന്നതാണ്. ഈ അധൈര്യപ്പെടുത്തുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വിശ്വാസിയുടെ ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവമാണ് നാട്ടുകാരിലും വീട്ടുകാരിൽ നിന്നും കിട്ടുന്ന, കൂട്ടുകാരിൽ നിന്ന് കിട്ടുന്ന അധൈര്യപ്പെടുത്തുമ്പോൾ എന്താ പറ്റണത്? അതായത് നീ യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം ഉടമ്പടി ചെയ്യുന്നൊരു വിശ്വാസപരമായിട്ടൊരു ആചാരം ചെയ്യണ പോലെ അല്ല. അതിൻ്റെ കൂടെ അതിൻ്റെ അകക്കാമ്പ് എന്താണെന്ന് നോക്കണം. വി ആർ ആക്ച്വലി റിസീവിങ് ജീസസ്. എന്താണ് ഈ ഉടമ്പടിയെക്കുറിച്ച് ആദ്യം ഭയങ്കരമായിട്ടുള്ള ഒബ്ജക്ഷൻസ്, ഇതറിയാൻ പാടില്ലാത്തപ്പോൾ അച്ഛന്മാർ തിയോളജിയൻസ് ഉന്നയിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ പിതാവ്, ആലപ്പുഴ പിതാവ് ജെയിംസ് ആനാവറമ്പുഴ പിതാവ് തന്നെ പിതാക്കന്മാർ ചോദിച്ചവരോട് പറഞ്ഞു, എന്താണ് ഇറ്റ്സ് എ ക്രിസ്റ്റോളജിക്കൽ പ്രെയർ. ഞാൻ പോലും ചിന്തിക്കാത്തതാണ് എൻ്റെ പിതാവ് പറഞ്ഞു കൊടുത്തവർക്ക്. എന്താണ് ഇറ്റ്സ് എ ക്രിസ്റ്റോളിക്കൽ പ്രെയർ. ഇതൊരു ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രാർത്ഥനയാണ്. എന്താ കാര്യം? ഇതൊരു മരിയം പ്രെയർ അല്ല, ഇത് ക്രിസ്തു സെൻട്രിക് പ്രെയറാണിത്. എന്താണ്? അതാണ് ചക്കരക്കൽ പിതാവ് പറഞ്ഞത്. ചക്കരക്കൽ പിതാവ് കുറച്ചുകൂടി കൂട്ടി പറഞ്ഞു, ഇത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധമുള്ള പ്രാർത്ഥനയാണെന്ന് പറഞ്ഞു. എന്താ കാര്യം? അവൻ പറയണത് പോലെ നമ്മൾ ചെയ്യണം. അവനാരാണ്? ഈശോ.
അതാണ്. അതായത് ഒരു ജീവിതം നമ്മൾ വഴിമുട്ടി കഴിയുമ്പോഴേ നമ്മൾ അതിനെ കൗണ്ടറാക്ട് ചെയ്യാൻ മാതാവിൻ്റെ വിജ്ഞാനത്തിൽ വന്ന ദൈവിക വെളിപാടാണത്. മാതാവ് അമ്മ, പരിശുദ്ധ അമ്മ ആരാണ്? സീറ്റ് ഓഫ് വിസ്ഡമാണ്. അവർ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമാണ്. അതുകൊണ്ട് തന്നെ ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അമ്മയുടെ കൃപ, അവർ ഫുൾ ഓഫ് ഗ്രേസാണ്, കൃപ നിറഞ്ഞവരാണ്. അതുകൊണ്ട് പെട്ടെന്ന് അവർ എങ്ങനെയാണ് കൗണ്ടറാക്ട് ചെയ്യണം ദൈവിക നടപടി ദൈവത്തിന് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമുക്ക് മാതാവിനും തമ്മിലുള്ള കുഴപ്പം, ഈ ഗ്യാപ്പ് വന്നിരിക്കുന്നത് എവിടെയാണെന്ന് അറിയാവോ? ദൈവം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പക്ഷെ ചില ആൾക്കാർക്ക് മനസ്സിലാകണില്ല. കാര്യം എന്താണ്? ITI പഠിക്കുന്ന ആൾക്കാർ പോയി IASൻ്റെ ക്ലാസ്സിൽ പോയിരുന്ന വല്ല രക്ഷയുണ്ട്. അതാണ് പ്രശ്നം. എല്ലാവരോടും പറയുന്ന ഒരു സബ്ജക്റ്റാണേ. ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാകും, ചിലർക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ എവിടെയാണ് പ്രശ്നം? ബോൾ നമ്മുടെ കയ്യിലായിരിക്കുന്നത്. ഓരോ ദിവസവും ചെല്ലുന്നതോടും ദൈവത്തെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം അധ്വാനിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള അധ്വാനമാണ് ബൈബിളിലെ ഏറ്റവും വലിയ അധ്വാനം. അതല്ലേ ജനങ്ങൾ ചോദിക്കണത്. നമ്മൾ അത് വായിച്ചുള്ളൂ. യോഹന്നാൻ 6:28 തൊട്ട് വായിച്ചേ. യോഹന്നാൻ 6:28 വായിച്ചുള്ളൂ. അതായത് അപ്പോൾ അവർ ചോദിച്ചു, ആര്? യേശുവിന്റെ ശ്രോതാക്കൾ. അപ്പോൾ അവർ ചോദിച്ചു, എന്താ ചോദിച്ചത്? ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ. നിങ്ങൾ പറഞ്ഞേ, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ എന്ത് ചെയ്യണമെന്നാണ് ചോദിച്ചത്. എന്ത് ചെയ്യണം, എന്ത് ചൊല്ലണമെന്നല്ല പ്രശ്നം. അവിടെ പ്രോബ്ലം അതാണ് വന്നിരിക്കുന്നത്. പ്രാർത്ഥനാ ജീവിതത്തിൽ വന്നിരിക്കുന്ന പെട്ടെന്നൊരു വിപ്ലവമാണ് ഉടമ്പടി ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി എന്ത് ചൊല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ പ്രാർത്ഥന ചൊല്ലി ഏതാണ്ട് 10 കിലോ പ്രാർത്ഥനാ പുസ്തകം വെച്ച് എല്ലാ വീട്ടിലും ഉണ്ട് ഇപ്പോഴേ, ഇല്ലേ? എല്ലാ വീട്ടിലും ഒരു 10 കിലോ പ്രാർത്ഥനാ പുസ്തകം കാണത്തില്ലേ? 5 കിലോ ഒക്കെ കാണും. പക്ഷേ എൻ്റെ ചോദ്യം എന്താണ്? ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചൊല്ലണമെന്നല്ല ചോദ്യം. എന്താണ് ഞങ്ങളെന്ത് ചെയ്യണം? ഉടമ്പടി അവരുടെ മറുപടി പറയണത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. അടുത്ത വാക്യം വായിച്ച്. യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി. ഏറ്റു പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി. ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അവനിൽ അയച്ചവനിൽ വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒരു ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മാനസികമായ ഒരു വ്യാപാരമല്ല വിശ്വാസം. വിശ്വാസം എക്സിക്യൂട്ട് ചെയ്യണം. നീ വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വിശ്വസിക്കണം ആർക്കും പറ്റുമല്ലോ. വിശ്വാസം എപ്പോഴും ജസ്റ്റിഫൈഡ് ആകണത് എപ്പോഴാണ്? ബൈ വർക്കാണ്. യാക്കോബിന്റെ ലേഖനം 2:15-17 വായിച്ചേ. പറഞ്ഞോളൂ. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം. ഏറ്റു പറഞ്ഞ നിങ്ങളെ പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. അപ്പൊ കേവല വിശ്വാസത്തിന്റെ കുഴപ്പം എന്താണ്? അത് ചാപിള്ളേ. അതാണ് വർക്ക് കഴിയത്. ചുമ്മാ കേവല വിശ്വാസമില്ല, അത് ചാപിള്ളേ. പിന്നെ എന്താണ്? അതുകൊണ്ടാണ് യാക്കോബ് 2:17 പറയണത്. എന്താ പറയണത്? ഒന്ന് പറഞ്ഞേ. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ്. അപ്പോഴേ വിശ്വാസത്തെ സജീവമാക്കാൻ എന്ത് ചെയ്യണം? അതാണ് വിഷയം. വിശ്വാസത്തെ സജീവമാക്കാൻ എന്ത് ചെയ്യണം? അവിടെയാണ് മരിയന് മാർഗമുള്ളത്. എന്താണ്? അവൻ പറയണത് പോലെ പ്രവർത്തിക്കണം, ചെയ്യണം. വിശ്വാസത്തെ സജീവമാക്കാൻ എന്താ ചെയ്യേണ്ടത്? അവൻ പറയണത് പോലെ. ഈ നമ്മളുടെ അഞ്ജന ഡേവിഡിൻ്റെ ഒരു സാക്ഷ്യമുണ്ട്. ആ കൂട്ടത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. എല്ലാം നമ്മൾ ചൊല്ലുകയാണ് പ്രാർത്ഥനകളല്ല. അവരവരുടെ സാക്ഷ്യവും നിങ്ങൾ കേൾക്കണം കേട്ടോ. വളരെ നല്ല തെളിമയുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സാക്ഷ്യമാണ്. എന്താ സാക്ഷ്യം അവർ പറയണത്? ഉടമ്പടി കുറേ ഹാർഡ് വർക്ക് ഉണ്ടെന്ന് പറയാം. അവർ പറയണതാണ് ഉടമ്പടിയിൽ കുറേ ഹാർഡ് വർക്കുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ വിശ്വാസം ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി ഇപ്പം കുഞ്ഞിൻ്റെ കാര്യമല്ല പറയണത്. ഞാൻ ദൈവത്തിന് എൻ്റെ കൂടെ റിസ്ക് ഷെയർ ചെയ്യേൻ. എൻ്റെ വിശ്വാസത്തിലാണ് ഞാൻ റിസ്ക് ഷെയർ ചെയ്യണത്. വൈദ്യശാസ്ത്രം എന്നെ കൈവിട്ടിരിക്കുകയാണ്.
നീ പ്രസവിക്കാതിരിക്കുക, എന്തെങ്കിലും ചെയ്യുക, നിൻ്റെ കാര്യം എന്ന രീതിയിലായിപ്പോയി സാരം. അപ്പോൾ അതുകൊണ്ട് അത് സൃഷ്ടാവായ ദൈവത്തിൽ ഇവർ വിശ്വസിച്ചുകൊണ്ട് അവളെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതിൽ അവളെന്ത് പറയണമെന്ന് വെച്ചാൽ, ഈ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇരിക്കുകയല്ല. ഞാനിങ്ങനെ പ്രഗ്നൻ്റ് ആണെങ്കിലും ഇങ്ങനെ കുഞ്ഞ് വളർന്നതിൻ്റെ വയറ്റിൽ തൂങ്ങുന്നുണ്ടെങ്കിലും ഞാൻ നിന്നുകൊണ്ട് ജപമാല ചെല്ലും, ഞാൻ മുട്ടിയിൽ നിന്നുകൊണ്ട് ജപമാല ചെല്ലും. പലപ്പോഴും വയറിൻ്റെ ഭാരം കൊണ്ട് എൻ്റെ മുട്ട അകന്നു പോകും. ആ സാക്ഷിയൊക്കെ കേൾക്കാൻ ഭയങ്കര ഫീലിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഗർഭിണികൾക്കല്ലേ അറിയാൻ പറ്റുന്നത് എൻ്റെ അവസ്ഥ. അവർ 8-ാം മാസമൊക്കെ പ്രാർത്ഥിക്കും, വെളുപ്പിനെ എഴുന്നേറ്റ് പ്രത്യക്ഷീണ പ്രാർത്ഥന ചെല്ലിക്കണേ, കൊന്ത ചൊല്ലിയിട്ട് പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലിക്കണേ. അവർ പറയണേ എൻ്റെ വയറിൻ്റെ ഭാരം കൊണ്ട് എൻ്റെ മുട്ട് അകന്നു പോകും, എന്നാലും ഞാൻ അടുപ്പിച്ച് വെച്ച് വീണ്ടും പ്രാർത്ഥിക്കുമെന്ന്. ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ. ആരാധന